ധനുഷ്കോടിയിലേക്കാണ് ഈ യാത്ര. രാമേശ്വരത്ത് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ തെക്ക് കിഴക്കേ മുനമ്പാണ്. ഇവിടെയാണ് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്നത്. ത്രിവേണിയല്ല, ദ്വിവേണി. 1964 വരെ ധാരാളം ജനങ്ങൾ താമസിച്ചിരുന്ന തിരക്കുള്ളൊരു മുക്കുവ ഗ്രാമമായിരുന്നു ഇത്. തിരക്കിന് ഇപ്പോഴും ഒരു കുറവുമില്ല. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ധനുഷ്കോടി സന്ദർശിക്കുന്നത്. അവർക്ക് സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി, മീൻ പൊരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാം ധാരാളം കച്ചവടക്കാരുമുണ്ട്. പക്ഷേ വൈകുന്നേരം 6 മണിയാവുന്നതിന് മുമ്പ് ഈ സന്ദർശകരും കച്ചവടക്കാരും എല്ലാം ഇവിടം വിട്ടുപോകും അത്രേ, പ്രേതങ്ങളെ പേടിച്ച്. 1964 ഇവിടെ ഉണ്ടായ രാമേശ്വരം ചുഴലിക്കാറ്റിൽ 1800-ലധികം ആളുകൾ മരിച്ചു. ഈ പ്രദേശത്തിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ കടലിനടിയിലാവുകയും ചെയ്തു. മരിച്ചവരിൽ 115 പേര് പാമ്പൻ ധനുഷ്കോടി ട്രെയിനിലെ യാത്രികരായിരുന്നു. അതിൽ പിന്നെ ഇവിടെ ആരും താമസിച്ചിട്ടില്ല. തമിഴ്നാട് ഗവൺമെൻറ് ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് ധനുഷ്കോടിയിലെ വീടുകളൊന്നും ബാക്കിയില്ല, മറ്റ് സ്ഥാപനങ്ങളുമില്ല. ഈ കാണുന്നത് അന്നത്തെ ചുഴലിക്കാറ്റിൽ നശിച്ചു പോയ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടമാണ്. ഇത് നശിച്ചുപോയ പള്ളിയുടെ അവശിഷ്ടമാണ്. റോഡ് വഴിയാണ് ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് എത്തിയത്. ബോട്ട് വഴി പോകാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ യാത്ര നമ്മൾ എന്നും ഓർമ്മിക്കുന്നതാണ്. നമുക്ക് ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും കാണാം. ഈ രണ്ട് സമുദ്രങ്ങളും കൂടി ചേരുന്നിടത്ത് ഈ റോഡ് അവസാനിക്കും. ധനുഷ്കോടിയിൽ പോയി നോക്കൂ, കടലിൻ്റെ മാസ്മരിക സൗന്ദര്യം കാണാം.